ആരാ ഇന്ദിരാഗാന്ധി? മോത്തിലാലിന്റെ പേരമകൾ. ആരാ ഇന്ദിരാഗാന്ധി? ഇന്ദിരാഗാന്ധി ആരാ? ഇന്ദിരാഗാന്ധി അന്ന് ഏഷ്യയിൽ ഇന്ദിരയെ പോലെ ഒരു ഭരണാധികാരിയില്ല. ഏഷ്യയുടെ ഉരുക്ക് വനിതയാണ് അക്കാലത്ത് ആര്? ഇന്ദിര. ഈ ഭൂഗോളം ഭരിക്കുന്ന ഭരണാധികാരികളിൽ അക്കാലത്തെ ഏറ്റവും ഉരുക്ക് വനിത എന്ന് പറയപ്പെട്ട സ്ത്രീയാണ് ആര്? ഇന്ദിര. ആ ഇന്ദിരാഗാന്ധിയാണ് ഈ സാധാരണക്കാരനായ മര്യാദക്ക് മലയാളവും ഇംഗ്ലീഷ് പോലും അറിയാത്ത മനുഷ്യനെ തൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി പറഞ്ഞതൊക്കെ ചെയ്തു കൊടുത്ത് ഓഫീസിൽ നിന്ന് കാറിൽ കയറ്റി യാത്രയാക്കിയത് ഇന്ദിരാഗാന്ധി. ഇയാൾക്കൊന്നും അറിയില്ല. ഇംഗ്ലീഷും അറിയില്ല, ലാറ്റിനും അറിയില്ല, ഫ്രഞ്ചും അറിയില്ല, ഒന്നും അറിയില്ല. അതാണ് പ്രശ്നം. അല്ലാഹുവിനെ അറിയാം. ആ ആളും അള്ളാഹും തമ്മിൽ വലിയ ബന്ധ. ഇത് അവിടെ ചെല്ലുമ്പോൾ ഇന്ദിരാഗാന്ധിക്ക് അറിയും ഈ ആളും ദൈവവും തമ്മിൽ ബന്ധമുണ്ട്. അതൊക്കെ അവിടെ ഇട്ട് കൊടുക്കും. അത്തരം ആളുകൾക്ക് ഭൂമിയിൽ എവിടെയും സ്വീകാര്യതയുണ്ടാവും. എന്റെ ചിന്ത 40 കൊല്ലത്തേക്ക് പുറകോട്ട് പോകുന്നു. അവിടെ ഒരാളുണ്ട്, സയ്യിദ് റഹ്മാൻ ബാഫഖി. അദ്ദേഹത്തിന് ഒരു ഇംഗ്ലീഷ് ഭാഷ പോലും അറിയില്ല, ഒരു പദം പോലും അറിയില്ല. എന്നിട്ട് ആ മനുഷ്യൻ എന്താണ് സ്ഥാപിക്കാൻ കഴിയാതിരുന്നത്? നമുക്ക് എന്താണ് സ്ഥാപിക്കാൻ കഴിയുക? എന്താ അവിടെ വ്യത്യാസം? അല്ലാഹും നമ്മളും തമ്മിൽ സ്നേഹബന്ധം സ്ഥാപിക്കാതെ ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഒന്നും കൂടെ പറയാ, ഞാൻ അവസാനിപ്പിക്കാൻ നീട്ടുന്നില്ല, ചിന്തിക്കാം. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് സയജ്അലു ലഹുമുർ റഹ്മാനു വദ്ദാ. യഥാർത്ഥ ഈമാനും അതനുസരിച്ച് അമലും ഉണ്ടെങ്കിൽ സയജ്അലു ലഹും, അവരോട് സ്ഥാപിക്കും, റഹ്മാൻ, കരുണാവാരിധിയായ അല്ലാഹു. റഹ്മാൻ, റഹ്മാൻ, ഇവിടെ പറഞ്ഞത് റഹ്മാൻ, റഹ്മാൻ. അപ്പോൾ പിന്നെ ഒരു കരിമ്പടത്തിന്റെ മേലാപ്പ്, അക്രമത്തിന്റെ മേലാപ്പ് ഒരാൾക്ക് നിന്റെ മേൽ ഇടാൻ കഴിയൂല. നിന്റെ മേൽ എന്തുണ്ടെങ്കിൽ റഹ്മാൻ ഉണ്ടെങ്കിൽ, റഹ്മാനിൽ നിന്ന് എന്താ ഉണ്ടാവുക? റഹ്മത്തല്ലേ. ഒരു മുൾക്കിരീടം നിന്റെ തലയെ കൂടെ ഇടാൻ ഒരാൾക്ക് കഴിയില്ല. റഹ്മാനായ അല്ലാഹു നിന്നോട് സ്നേഹബന്ധത്തിലാണെങ്കിൽ നിനക്ക് മേൽ ഒരു മുൾക്കിരീടം ഇടാൻ ഒരാൾക്ക് കഴിയും? ഒരിക്കലും കഴിയില്ല. ഇമ്പോസിബിൾ. ഒരാൾക്ക് കഴിയും. ഇതന്നെ പ്രശ്നം. റഹ്മാനായ അല്ലാഹ്, അത് പള്ളിയോ നിസ്കാരമോ നടന്നുകൂടി കാര്യം നടക്കൂല. പള്ളി അല്ലേ, പള്ളി തുറക്കണ്ടേ, തുറക്കണം. പള്ളി തുറന്നിരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിസ്കരിക്കണ്ടേ, അത് കൽപ്പനയാണ്, ചെയ്തിരിക്കണം. പക്ഷേ എന്ത് വേണം? അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കണം. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ, നമ്മുടെ തഹജ്ജുദ് നമ്മുടെ വലിപ്പത്തരത്തെ ഉയർത്തും. ആരിഫിന്റെ തഹജ്ജുദ് സുജൂദ് അള്ളാഹുവിനെ ഉയർത്തും, നമ്മളെ ഉയർത്തും. യസ്ജുദു അലാ ബിസാത്തി ദൈലി ബിസാത്തിൽ ബിസാത്തിൽ അളമാ. അല്ലാഹുവിന്റെ മഹത്വമാകുന്ന ആ മഹത്വമാകുന്ന മുസല്ലയിലാണ് ആരിഫീങ്ങൾ, യഥാർത്ഥ മുഅ്മിനീങ്ങൾ സുജൂദ് ചെയ്യുക. നമ്മളോ, അതായത് അല്ലാഹുവിന്റെ മഹത്വം ആണ് അവരെ സുജൂദ് അറിയിക്കുക. നമ്മുടേത് അങ്ങനെയല്ല. നമ്മൾ സുജൂദ് ചെയ്താലും നമ്മൾ വളരാനാണ് നോക്കുക. വളരെ ചിന്തിക്കണം. അല്ലാഹു നമ്മളും തമ്മിൽ സ്നേഹബന്ധത്തിലാവണം. എന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവൂല. ഒരാളെ ഭാഷ അറിഞ്ഞില്ല നോക്കുക എങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഭാഷ അറിഞ്ഞില്ല, നമ്മളൊരു ഭാഷയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ദുൽഖർനൈനെ പറ്റി പറഞ്ഞു കൊടുത്ത് ഇന്നത്തെ സൂറത്ത് എന്താ പറഞ്ഞത്? ലാ യകാദൂന യഫ്ഖഹൂന ഖൗലാ. ഒരു ജനതയിൽ എത്തിച്ചേർന്നു ദുൽഖർനൈൻ. അവരുടെ ഭാഷ മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല. എന്നിട്ട് അവിടെ ഏറ്റവും വലിയ ഭരണം സ്ഥാപിച്ചല്ലോ സയ്യിദ്നാ ദുൽഖർനൈൻ. കാരണം ദുൽഖർനൈൻ ആരാ? അള്ളാന്റെ ആളാ. പിന്നെ ഭാഷന്റെ പ്രശ്നം ഉണ്ടാവില്ല. മനസ്സിലായില്ല? യകാദൂന യഫ്ഖഹൂന ഖൗല, അങ്ങനെയല്ലേ അങ്ങനെ തന്നെയല്ലേ? ലാ യകാദൂന യഫ്ഖഹൂന ഖൗലാ, ലാ യകാദൂന യഫ്ഖഹൂന ഖൗലാ. ഒരു ജനതയിൽ എത്തിച്ചേർന്നു ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു. ആ ജനതയുടെ അവസ്ഥ എന്താ? ആ ജനത ലാ യകാദൂന യഫ്ഖഹൂന ഖൗലാ, അവരുടെ ഭാഷ മനസ്സിലാക്കാൻ പോലും സാധിക്കണില്ല.
എന്നിട്ട് അവിടെ ചെയ്യേണ്ടത് എല്ലാം ചെയ്ത് ഒരു പ്രശ്നമില്ലാതെ ഭരണം നടത്തി ആര്? സയ്യിദുന ദുൽഖർനൈൻ അലൈഹിസ്സലാം. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ആളാണ് സയ്യിദുന ദുൽഖർനൈൻ. നമുക്ക് നല്ല ഭാഷ അറിയും. ഇംഗ്ലീഷുകാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഭാഷകളിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അള്ളാഹുവിനറിയില്ല. അതാ പ്രശ്നം. ഞാൻ ഏതെങ്കിലും ഒരു സംഭവത്തെ പുരസ്കരിച്ചല്ല ഈ പറയുന്നത്. അള്ളാഹുവിലേക്ക് നമ്മൾ തിരിച്ചു മടങ്ങാതെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയില്ല എന്ന് പറയലാണ് എൻ്റെ ഉദ്ദേശ്യം. എല്ലാം തിരുത്തിത്തരേണ്ടത് അള്ളാഹുവാണ്. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. മറിയം കുളിക്കേണ്ടത് കുളിക്കണം, അത് കുളിക്കേണ്ടതന്നെ. പക്ഷേ അതിന്മേൽ ഈത്തപ്പഴം വിധിക്കേണ്ടത് അള്ളാഹുവാണ്. കുളിക്കേണ്ടത് മറിയമിന്റെ ഉത്തരവാദിത്വം. പക്ഷെ ഒരു ബോധം ഉണ്ടാവണം. എന്ത്? എൻ്റെ റബ്ബ് വിധിച്ചാലേ ഈത്തപ്പഴം വരൂ. മറിയം കുലുക്കിയതുകൊണ്ട് അലൈഹിസ്സലാം ഈത്തപ്പഴം വരില്ല. മനസ്സിലായില്ലേ? അതന്നെ. അള്ളാഹു വിധിച്ചാലോ? അള്ളാഹു വിധിച്ചു, പിന്നെ കൽപ്പനക്ക് വഴിപ്പെട്ടു. നീ ഒന്ന് കുലുക്കി. അള്ളാഹു വിധിച്ചിട്ടുണ്ട്, ഈത്തപ്പഴം വന്നു. എന്തുകൊണ്ട്? മറിയമിന് വലിയ ബന്ധമുണ്ട്. ആരോട്? അള്ളാഹുവോട്. അള്ളാഹുവിന്റെ ബന്ധം. ഇന്നല്ലാഹ അസ്തഫാകി വതഖറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. ലോകത്തെ ഉത്തമ വനിതയായി അള്ളാഹു ഉയർത്തിയ പെണ്ണാണ് ആര്? മറിയം ഇബ്നത്ത് ഇമ്രാൻ. ചിന്തിക്കണം. അപ്പൊ എന്താ പ്രശ്നം? അള്ളാഹുവിലേക്ക് മടങ്ങണം. ഈ നാട്യങ്ങളെ അവസാനിപ്പിക്കണം. ആ നാട്യങ്ങൾ അവസാനിപ്പിച്ചാൽ പ്രശ്നങ്ങൾ പരിഹരിക്കും. എല്ലാം നാട്യം, എല്ലാം നാട്യം, എല്ലാം മത്സരം, എല്ലാം കിടമത്സരം, എല്ലാം നാട്യങ്ങൾ, നാട്യം തന്നെ. ഞാൻ എന്ന ബോധം നമ്മളിൽ അധികരിച്ചു. അപ്പോൾ അല്ലാഹ് എന്ന വാക്ക് കേവലം നാവിനപ്പുറത്തേക്ക് ഇറങ്ങൂല. എന്നെ വിഴുങ്ങുന്നവന് അള്ളാഹു എന്ന ഇസ്മിനെ വിഴുങ്ങാൻ കഴിയൂല. അവസാന കാലത്ത് ഓരോരുത്തരും അവനവന്റെ ആളുകളാവും. അപ്പോൾ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങൂല. ചിന്തിക്ക്. ഉപ്പ് അലിഞ്ഞാലേ കറിക്ക് രസമുണ്ടാവും. ഉപ്പ് അലിയാതെ ഞാൻ ഒന്നിനും തയ്യാറില്ല, ഞാൻ എന്ന് പറഞ്ഞാലോ പിന്നെ കറിക്കിന്റെ രസം മനസ്സിലായില്ല. പറ. ഇട്ട ഉപ്പ് ഒരു വാശി. എന്നെ അങ്ങനെ ഇല്ലാതാക്കിയിട്ടൊന്നും നിങ്ങൾ നേടണ്ട. ഞാൻ അങ്ങനെ ഇല്ലാതാവുന്നില്ല. ആയിക്കോട്ടെ, ഉപ്പില്ലാതാവില്ലെങ്കിൽ കറി ഒന്നാവില്ല. ഉപ്പ് എന്ന ഉപ്പിന്റെ ആ ബാഹ്യ സ്വരൂപത്തെ ഉപ്പ് കളഞ്ഞ് കറിക്ക് വേണ്ടി ലയിക്കാൻ തയ്യാറായപ്പോൾ കറി മനോഹരായി. മനസ്സിലായ പറഞ്ഞത്? 4 ഉപ്പിന്റെ കല്ലിട്ട് കറിയിലേക്ക് A B C D 4 കല്ല്, ഉപ്പും കല്ല് 4. എ കല്ല്, ബി കല്ല്, സി കല്ല്, ഡി കല്ല്. എ കല്ല് എന്ത് പറഞ്ഞേ? ബിയും സിയും ഡിയും ഒക്കെ ഉണ്ടായിട്ട് അവരലിയാതെ ഞാൻ അങ്ങനെ അലിയും. ബിയും അങ്ങനെ പറഞ്ഞു, സിയും അങ്ങനെ പറഞ്ഞു, ഡിയും അങ്ങനെ പറഞ്ഞു. അവരലിയട്ടെ ആദ്യം, ഞാൻ അലിയ. ബിയും അങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാനില്ല. എയും സിയും ഡിയും അലിയാതെ നിന്നിട്ട് ഞാൻ ഒറ്റക്കലിയെ നടക്കൂല. അപ്പോൾ സിയും പറഞ്ഞു എന്ത്? എയും ബിയും ഡിയും അലിയാതെ നിന്നിട്ട് ഞാൻ സി ഒറ്റക്കരി നടക്കൂല. ഡിയും അങ്ങനെ തന്നെ. ഡി എന്ത് പറഞ്ഞ്? ബഹുമാനപ്പെട്ട ടി എന്ന ഉപ്പുങ്കല്ല്, ടി ഉപ്പുങ്കല്ല് എന്ത് പറഞ്ഞ്? എയും ബിയും സിയും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പ്രസ്താവനകൾ ഇറക്കിയിട്ടാണ് കലത്തിൽ കിടക്കുന്നത്. അവരലിയാൻ തയ്യാറില്ല. പിന്നെ ഞാനായിട്ട് എങ്ങനെ അലിയും? ഞാനൊരു സ്റ്റാൻഡില്ല എനിക്കും. അപ്പോൾ എ ഉപ്പുങ്കല്ലും ബി ഉപ്പുങ്കല്ലും സി ഉപ്പുങ്കല്ലും ഡി ഉപ്പുങ്കല്ലും അലിയാൻ തയ്യാറായില്ല. അതുകൊണ്ട് കറി നന്നാവാനും തൗഫീഖില്ല. എയിലേക്ക് നോക്കുക. ബിയും സിയും ഡിയും ധർമ്മം നിർവഹിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അലിഞ്ഞു കൊടുക്കും. ബിയും അങ്ങനെ ചിന്തിക്കുക. എയും സിയും ഡിയും അലിഞ്ഞാലും ഇല്ലെങ്കിലും അലിയുക എന്ന എന്റെ ധർമ്മം ഞാൻ നിർവഹിക്കും. അപ്പോൾ സിയും അങ്ങനെ ചിന്തിച്ചു. എന്ത്? എയും ബിയും ഡിയും അലിഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ അലിയും, എന്റെ ധർമ്മം. ഡിയും അങ്ങനെ ചിന്തിച്ചു. എന്റെ എയും ബിയും സിയും അലിഞ്ഞാലും ഇല്ലെങ്കിലും ഡി എന്ന ഞാൻ അലിഞ്ഞു കൊടുക്കും, എന്റെ ധർമ്മം ഞാൻ നിർവഹിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും അലിയും, കറി
നമ്മുടെ കറി മനോഹരമാകാനേ പോകുന്നില്ല. എന്തുകൊണ്ട്? ആരും അലിയാൻ തയ്യാറില്ല. നമ്മുടെ ആധുനിക നാട്യ സമരങ്ങൾ വർത്തമാന പത്രങ്ങളുടെ കൗതുകങ്ങൾക്കപ്പുറം പോകാനുള്ള ഒരു സാധ്യതയുമില്ല. എന്തുകൊണ്ട്? ആരും അലിയുന്നില്ല, അലിയാൻ ആരും തയ്യാറുമല്ല. ഉപ്പലിഞ്ഞാലല്ലേ കറി ലെവലാവും, ഉപ്പ് അലിഞ്ഞാലല്ലേ കറി ലെവലാവും. കറിയെ മനോഹരമാക്കാൻ ഈ 4 ഉപ്പുങ്കല്ലിനും കഴിയും ചെയ്യും. അവരെ ധർമ്മം, ഓരോ ഉപ്പുങ്കല്ലിനും ധർമ്മം വേറൊന്നും നോക്കാതെ അരിഞ്ഞു കൊടുക്കുക. എന്നാ ഉപ്പ് പോവോ? ഉപ്പ് പോവൂല, ഉപ്പ് കലത്തിൽ തന്നെ ഉണ്ട്, അതിന്റെ കോലം മാറിയേ ഉള്ളൂ. ഉപ്പിനെ വിസ്മരിച്ച് ആ കറി ഒരാൾക്ക് കഴിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഉപ്പിന്റെ കല്ല് പോയിട്ടുണ്ടെങ്കിലും എന്തുണ്ട്? ഉപ്പിന്റെ കല്ല് പോയി, എന്നാലും എന്തുണ്ട്? ഉപ്പുണ്ട്. എന്താ പറഞ്ഞത്? കലത്തിൽ 4 ഉപ്പുങ്കല്ലിട്ടു, 4ഉം അലിഞ്ഞില്ല. അപ്പോൾ എന്ത് പറയും? ഉപ്പുങ്കല്ലിട്ടിട്ടുണ്ട്, പക്ഷേ ഉപ്പില്ല. ഉപ്പുങ്കല്ല് അലിഞ്ഞാലോ? ഉപ്പുങ്കല്ല് അലിഞ്ഞാൽ കല്ലേ പോയുള്ളൂ. എന്തുണ്ട്? ഉപ്പുണ്ട്. ഉപ്പുണ്ട്. ഉപ്പല്ലേ ആവശ്യമുള്ളൂ. ഉപ്പുണ്ട്, ആവശ്യം ഉപ്പാണ്. ഉപ്പിൽ പാഠമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ പാഠം. ഭക്ഷണത്തെ എത്ര മനോഹരമാക്കിയത്, രുചികരമാക്കിയത് ഉപ്പാണ് എന്ന് ആയിഷയോട് റളിയല്ലാഹു അൻഹ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനധർമ്മം നീട്ടുന്നില്ല, ചിന്തിക്കണം. അപ്പോൾ കർമ്മം അള്ളാഹുവിന് വേണ്ടിയായാലോ? കർമ്മം അള്ളാഹുവിന് വേണ്ടിയായാൽ ഒരു പ്രശ്നമില്ല. കർമ്മം അള്ളാഹുവിന് വേണ്ടിയാണ്. മുൻഗാമികൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, പക്ഷെ കർമ്മം അള്ളാഹുവിന് വേണ്ടിയാണ്. ജീവിച്ച അള്ളാഹുവിന് വേണ്ടിയാണ്. റഹ്മാൻ ഉദ്ദ, അവരും അള്ളാഹും തമ്മിൽ ഒരു സ്നേഹബന്ധയും. അവരും പ്രധാനമന്ത്രിയും തമ്മിലല്ല, അവരും മുഖ്യമന്ത്രിയും തമ്മിലുമല്ല, അവരും അള്ളാഹും തമ്മിലാണ്. റഹ്മാൻ ഉദ്ദ, റഹ്മാൻ ഉദ്ദ. തന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരവേ, തൻ്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ബാഫക്ക് തങ്ങൾ ഇറങ്ങി വരവേ, കോഴിക്കോട്ടെ ഈ സാധാരണക്കാരനായ അരിശ് കച്ചവടക്കാരനെ കാറിൽ കയറ്റുന്നത് വരെ അനുധാവനം ചെയ്ത് അനുഗമിച്ചു. ആര്? സംപൂജ്യയായ ഇന്ത്യയുടെ ഭരണാധികാരി ഇന്ദിരാഗാന്ധി. അങ്ങനത്തെ ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ആരാ ഇന്ദിരാഗാന്ധി? മോത്തിലാലിന്റെ പേരമകൾ. ആരാ ഇന്ദിരാഗാന്ധി? ഇന്ദിരാഗാന്ധി ആരാ? ഇന്ദിരാഗാന്ധി അന്ന് ഏഷ്യയിൽ ഇന്ദിരയെപ്പോലെ ഒരു ഭരണാധികാരിയില്ല. ഏഷ്യയുടെ ഉരുക്ക് വനിതയാണ് അക്കാലത്ത്. ആര്? ഇന്ദിര. ഈ ഭൂഗോളം ഭരിക്കുന്ന ഭരണാധികാരികളിൽ അക്കാലത്തെ ഏറ്റവും ഉരുക്ക് വനിത എന്ന് പറയപ്പെട്ട സ്ത്രീയാണ് ആര്? ഇന്ദിര. ആ ഇന്ദിരാഗാന്ധിയാണ് ഈ സാധാരണക്കാരനായ മര്യാദക്ക് മലയാളം ഇംഗ്ലീഷ് പോലും അറിയാത്ത മനുഷ്യനെ തൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി പറഞ്ഞതൊക്കെ ചെയ്തു കൊടുത്ത് ഓഫീസിൽ നിന്ന് കാറിൽ കയറ്റി യാത്രയാക്കിയത് ഇന്ദിരാഗാന്ധി. ഇയാൾക്കൊന്നും അറിയില്ല. ഇംഗ്ലീഷും അറിയില്ല, ലാറ്റിനും അറിയില്ല, ഫ്രഞ്ചും അറിയില്ല, ഒന്നും അറിയില്ല. അതാണ് പ്രശ്നം. അല്ലാഹുവിനെ അറിയാം. ആ ആളും അള്ളാഹും തമ്മിൽ വലിയ ബന്ധ. ഇത് അവിടെ ചെല്ലുമ്പോൾ ഇന്ദിരാഗാന്ധിക്ക് അറിയും ഈ ആളും ദൈവവും തമ്മിൽ ബന്ധമുണ്ട്. അതൊക്കെ അവിടെ ഇട്ടു കൊടുക്കും. അത്തരം ആളുകൾക്ക് ഭൂമിയിൽ എവിടെയും സ്വീകാര്യതയുണ്ടാവും. അത്തരം ആളുകൾക്ക് ഭൂമിയിൽ ഇന്ത്യ, കേരള, മലബാർ എന്നല്ല, ഭൂമിയിൽ എവിടെയും അവർക്ക് സ്വീകാര്യതയുണ്ട്. അവരാരാ? അള്ളാന്റെ ആളാണ്. അവർക്ക് ലാറ്റിനും ഫ്രഞ്ചും അറിയേണ്ട ആവശ്യമില്ല. അള്ളാൻ അറിഞ്ഞാൽ മതിയോ? അതെന്ന വിഷയം. നമുക്ക് ലാറ്റിൻ അറിയും, നമുക്ക് ഫ്രഞ്ച് അറിയും, നമുക്ക് അമേരിക്കൻ പ്രസിഡന്റിനോട് ഫോൺ ചെയ്താൽ അറിയും, ഒക്കെ അറിയും. പക്ഷേ നമ്മളെ പഞ്ചായത്ത് പോലും നമ്മൾ പറഞ്ഞ കാര്യം നടക്കും. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറിയെ ഫോൺ ചെയ്യാൻ അറിയും. അമേരിക്കൻ പ്രസിഡന്റിനോട് ഫോൺ ചെയ്തപ്പോൾ, ഫോൺ വന്നപ്പോൾ, ഫോൺ പോയപ്പോൾ പിറ്റേന്ന് രാവിലെ പത്രത്തിൽ എഴുതാനും അറിയും.
ആരറിയില്ല? അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ട്, അള്ളാഹു നമ്മളും സ്നേഹബന്ധം സ്ഥാപിക്കാത്തത് കൊണ്ട് നമ്മളെ വാർഡിൽ പോലും ഒരു കാര്യം നടത്താൻ നമുക്ക് ഇവിടെ വിഷയം സയജഅലു, ഇവിടെ കാര്യം ശരിക്കും മനസ്സിലാക്കണം. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. ഈ പ്രകടനപരതയുടെ നാട്യങ്ങൾ നമുക്ക് മതിയാവൂല. അത് അനിവാര്യമല്ലേ? അനിവാര്യമാണ് അതിന്റെ പ്രത്യക്ഷത്തിൽ. പക്ഷേ അതിനപ്പുറം നമുക്കൊരു ബന്ധം വേണം. ആരോട്? അള്ളാഹുവോട്. അതെങ്ങനെ ഉണ്ടാവുക? നമ്മൾ നമുക്ക് വേണ്ടി ആകാതിരിക്കുകയും അവന് വേണ്ടി ആവുകയും ചെയ്യും. നമ്മൾ നമുക്ക് വേണ്ടി ആവാതിരിക്കുക, അള്ളാഹുവിന് വേണ്ടി ആവുക. നമ്മൾ നമുക്ക് വേണ്ടിയാകുമ്പോൾ നമ്മൾ അള്ളാഹുക്ക് വേണ്ടി ആവുകയില്ല. നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുകയില്ല. നമ്മുടെ മനസ്സിൽ നമ്മളാണെങ്കിൽ നമ്മുടെ മനസ്സിൽ അള്ളാഹു ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അത് അവരുടെ തൊണ്ടൻകുഴിക്ക് അവസാന കാലഘട്ടക്കാരുടെ ദിക്റോ അവരുടെ ഖുർആനോ തൊണ്ടൻകുഴിക്ക് താഴേക്കിറങ്ങുകയില്ലെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? അവരെ മുകളിലും താഴെയും അവരാണ്. ക്ലാസ് എടുക്ക, ക്ലാസ് എടുക്ക. ഈ ഗ്ലാസ് നിറയെ ഒരു സാധനം ഉണ്ടെങ്കിൽ പിന്നെ ആ ഗ്ലാസ്സിലേക്ക് എന്തെങ്കിലും ഒഴിക്കാൻ കഴിയും? നിറഞ്ഞ് ഇതില് സാധനം ഉണ്ട് നോക്കുക, അല്ലേ? തക്കബൽ ചെയ്യും, പിന്നെ ഒന്നും ഇത് സ്വീകരിക്കൂല. എന്റെ മനസ്സിൽ നിറയെ ഞാനാണ്, നിന്റെ മനസ്സിൽ നിറയെ നീയാണ്, ഞങ്ങളെ മനസ്സിൽ നിറയെ ഞങ്ങളാണ്, നിങ്ങളെ മനസ്സിൽ നിറയെ നിങ്ങളാണ്. തന്റെ മനസ്സിൽ നിറയെ താനാണ്. ഞാൻ എന്റെ മനസ്സിൽ നിറയെ ഞാൻ, നീ നിന്റെ മനസ്സിൽ നിറയെ നീ, ഞങ്ങൾ ഞങ്ങളെ മനസ്സിൽ നിറയെ ഞങ്ങളാണ്. നമ്മൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ പിന്നയിലേക്ക് എന്ത് കയറാനാണ്? ഒന്നും സ്വീകരിക്കൂല. അവസാന കാലക്കാര് ഖുർആനോടും പക്ഷെ അവരെ തൊണ്ടക്കുഴി വിട്ടുകിടക്കുകയില്ല. എന്തുകൊണ്ട് വിട്ടെടുക്കൂല? അവര് നിറയെ അവരാണ്. പിന്നെ അങ്ങനെ അള്ളാഹു കയറിയവർക്ക് അവര് ഖുർആൻ ഓതിയത് പോലും അവരുടെ മഹത്വത്തിന് വേണ്ടിയാണ്. അവർ ദിക്ർ ചൊല്ലിയത് അവർക്ക് വേണ്ടിയാണ്. അള്ളാഹ് എന്നുള്ള ചിന്ത അതിൻ്റെ ഉള്ളിലില്ല. അവരല്ലാത്ത ഒന്നും അതിൻ്റെ ഉള്ളിലില്ല. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവരല്ലാതെ ഒരാളും ഇല്ല, ഒന്നുമില്ല. ചിന്തിക്കണം. ഞാൻ അവസാനിപ്പിക്കാം. ഈ സ്വകീയമായ താല്പര്യങ്ങളിൽ നിന്ന് ഇലാഹിയായ താല്പര്യത്തിലേക്ക് കൂടുമാറാതെ ലോകത്തെ നിലവിലുള്ള വ്യവസ്ഥിതികളെ മാറ്റാൻ നമുക്ക് കഴിയില്ല. ഒരു മാറ്റം ഉണ്ടാവില്ല ലോകത്ത്. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഇനിയും വരും. പഴയ കാലത്തില്ലാത്ത രോഗങ്ങളും വേദനകളും അവസാന കാലത്തെ ജനങ്ങൾ അനുഭവിക്കും. രോഗങ്ങളും വലിയ വലിയ വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കും. അതിന് മരുന്ന് കണ്ടുപിടിക്കുന്നതിനെ തൊട്ട് ഡോക്ടർമാർ അശക്തരായിരിക്കും. എന്റെ അവസാന കാലഘട്ടത്തിലെ മനുഷ്യർക്ക് ദൈവികമായ ഒരു ബന്ധം നഷ്ടപ്പെട്ടു, അറുത്തു മാറ്റപ്പെടും. അവരവരുടെ ആളുകളായിരിക്കും. അവർക്ക് ഇലാഹിയായ നുസ്രത്ത് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ വരുമ്പോൾ ചില രോഗങ്ങൾ അവരെ ബാധിക്കും. ആ രോഗങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ ഡോക്ടർമാർ അശക്തരായിരിക്കും എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ മരുന്ന് അറിയൂല. മരുന്നില്ലേ? ഉണ്ട്. ഏത് രോഗമുണ്ടെങ്കിലും മരുന്നുണ്ടായിരിക്കും. മരുന്നിറക്കാതെ അള്ളാഹു രോഗം ഇറക്കിയിട്ടില്ല. എന്താ പറഞ്ഞ്? മരുന്നിറക്കാതെ അള്ളാഹു രോഗം ഇറക്കിയിട്ടില്ല. എന്നിട്ട് ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്രപടുക്കളായ ഇന്നത്തെ ഡോക്ടർമാർക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ ഇപ്പോഴും അശക്തർ. ആര് പറഞ്ഞു? മുത്തുനബി പറഞ്ഞു. നമ്മൾ കണ്ടനുഭവിക്കല്ലേ? പറ മനുഷ്യ, കണ്ടനുഭവിക്കല്ലേ? അവസാന കാലത്ത് വരുന്ന രോഗങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ ഡോക്ടർമാർ അശക്തരായിരിക്കും.
ഇനി ഇതിനിപ്പോൾ ഏകദേശം ഒരു യോജിച്ച മരുന്നാണ് വരുമ്പോഴത്തിന് ഏറ്റവും വലിയ പുതിയ രോഗങ്ങൾ വരും. എന്നിട്ട് ഇത് ഔട്ടായി പോകും. മരുന്ന് കിട്ടിയത് ഔട്ടായി, എന്താ കാര്യം? പുതിയ രോഗം. എന്താ ഇനി 4-5 കൊല്ലം അമ്മൾ പോകും, മരുന്നുണ്ടാവില്ല. അത് മരുന്ന് കണ്ടുപോയിക്കും, അത് ഔട്ടാവും, പുതിയ രോഗം വരും. മരുന്ന് കണ്ടുപിടിക്കാൻ ഡോക്ടർമാർ അശക്തരായി മാറും എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടുപിടിക്കുമ്പോഴേക്കിനോ രോഗം പോയി. മൂട്ടയെ കളയാനുള്ള മരുന്ന് പിടിച്ചു കൊണ്ടുവന്നപ്പോഴത്തിന് പോരെന്ന് മൂട്ട തന്നെ പോയിട്ട് എന്താ കാര്യം? പിന്നെ മരുന്ന് ചെയ്തു. അപ്പോഴത്തിന് കൊതുക് വന്നു. പിന്നെ കൊതുകിൻ്റെ മരുന്ന് അന്വേഷിച്ച് കുറേ കാലം നടന്നു. പിന്നെ മരുന്ന് കിട്ടി. എൻ്റെ തലേന്ന് കൊതുക് പോയി. അപ്പോഴത്തിന് ചെള്ളു വന്നു. ചെള്ളിന് 2 മരുന്നും പറ്റില്ല. പുതിയ മരുന്നും ചെള്ളിന് തേടിപ്പോയി. 4-5 കൊല്ലം ചെള്ളിൽ കൂടി. അങ്ങനെ ചെള്ളിൻ്റെ മരുന്ന് കിട്ടിയപ്പോൾ എൻ്റെ തലേ ദിവസം ചെള്ളും പോയി. ഇവിടെ വിഷയം അല്ലാഹുവുമായുള്ള ബന്ധം. എന്ത്? ഞാൻ എൻ്റെ റബ്ബിനോട് ബന്ധപ്പെടുമ്പോൾ എൻ്റെ റബ്ബാകണം എനിക്ക് വേണ്ടി. ഞാൻ എൻ്റെ കാര്യം സകലം എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ സമർപ്പിക്കണം. ഞാൻ റബ്ബിന് വേണ്ടി ജീവിക്കണം. എൻ്റേതായി ഒന്നും ഉണ്ടാവില്ല, ഒക്കെ റബ്ബായിരിക്കും. റബ്ബിന് വേണ്ടിയല്ലാത്ത ഒരു കാര്യവും ഉണ്ടാവില്ല എന്ന്. വെറുപ്പ് കൽബിൽ നിന്ന് പാടെ എടുത്തു കളയുക. വെറുപ്പെന്നൊരു സംഗതി കൽബിലില്ല. വെറുപ്പില്ല. എന്തായാലും വെറുപ്പില്ല. വെറുപ്പ് എന്ന കാര്യം കൽബിൽ നിന്ന് എടുത്തു കളയുക. പിന്നെയോ ലാ യകൂനു ഫീഹി ഇല്ലാ ഫറഹും വസുറൂർ. സന്തോഷമല്ലാതെ ഒന്നും കൽബിലില്ല. എന്തായാലും സന്തോഷം. എന്തുകൊണ്ട്? എൻ്റെ റബ്ബ് എന്ത് വിധിച്ചാലും ഞാൻ സന്തുഷ്ടനാണ്. അപ്പോൾ സയജ്അലു ലഹുമുർ റഹ്മാനു ഉദ്ദാ. കരുണാവാരിധി അവരോട് സ്നേഹബന്ധം സ്ഥാപിക്കും. ഇതൊക്കെ എല്ലാവർക്കും ഇതിൽ പാഠമുണ്ട്. എല്ലാവർക്കും പാഠമുണ്ട്. എല്ലാവരും ഇതിൽ ചിന്തിക്കേണ്ടതുണ്ട്. ജനാധിപത്യ സമരങ്ങളിലും സംവിധാനങ്ങളിലും ഒക്കെ എല്ലാം പങ്കാളികളാകുന്നതോടുകൂടെ തന്നെ അടിസ്ഥാനത്തെ മറന്നു കളയാൻ പാടില്ല. ലോകത്തെ ഏറ്റവും വലിയ മഹാത്ഭുതമാണ് ദ്വീപ് സമൂഹങ്ങൾ, ദ്വീപുകൾ. 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഉള്ള ദ്വീപ്. 1 സെക്കൻഡ് കടൽ കയറിയാൽ അങ്ങോട്ട് പോകും. ഞാൻ ലക്ഷദ്വീപിൽ പോയിട്ടുണ്ട്. നമ്മൾ ലക്ഷദ്വീപിൽ ഇറങ്ങിയാൽ നമ്മൾ കടലിനെ കാണുക ഇങ്ങനെയാണ്. അതായത് വെള്ളം നമുക്ക് തോന്നും വെള്ളം കരക്ക് മുകളിലാണ്. പക്ഷെ ആ വെള്ളം അങ്ങോട്ട് കയറൂല. എത്ര ആയിരക്കണക്കിന് വർഷങ്ങളായി പറഞ്ഞിട്ടുണ്ടല്ലോ ഒരായത്തിൽ, ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. കടന്നു കയറുകയില്ല വെള്ളം. എന്തുകൊണ്ട്? അതിൻ്റെ ഇടയിൽ ഒരു കൽപ്പനയുണ്ട്, അങ്ങോട്ട് നീ കയറരുത്. അപ്പോൾ കയറില്ല. ശുദ്ധവെള്ളവും ഉപ്പുവെള്ളവും പറഞ്ഞിടത്ത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരായത്തുണ്ട്, മർജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ. അതിനിടയിൽ ഒരു ഭിത്തിയുണ്ട്, ലാ യബ്ഗിയാൻ. അവർ തമ്മിൽ കടന്നു കയറുകയില്ല. ഏതാണ് ആ ഭിത്തി? അള്ളാഹുവിൻ്റെ കൽപ്പന, കയറരുത്. അപ്പൊ അങ്ങോട്ടും കയറൂല. ഉപ്പുവെള്ളത്തെയും ശുദ്ധവെള്ളത്തെയും പറയുന്നിടത്താണ് ഈ ആയത്തെങ്കിൽ അതെവിടെയും ബാധകമാണ്. അല്ലേ? ഓത് മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഇവിടെ എന്താ വെള്ളം കയറാത്തത്? അള്ളാഹിന്റെ ഒരു കൽപ്പനയുടെ കയറരുത്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ദ്വീപുകൾ. അപ്പോൾ ദ്വീപിനെ കുറിച്ച് ദ്വീപവാസികൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുള്ള ബന്ധം കൊണ്ടാണ് ഇതൊക്കെ നിലനിൽക്കുന്നതെന്നാണ്. ആ ബന്ധം കുറയുമ്പോൾ ചെറിയൊരു പരീക്ഷണം വരും, പിന്നെ വലിയ പരീക്ഷണം വന്നേക്കാം. ഇതാണ് വലിയ പരീക്ഷണം എന്ന് വിചാരിക്കരുത്. വലിയ പരീക്ഷണം ഇനി വരാനുള്ളതായിരിക്കും. ആ വലിയ പരീക്ഷണം വന്നാൽ ഒരാൾ പിന്നെ ശേഷിക്കൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്ത് ചെയ്യണം? നമ്മുടെ പഴയകാല നന്മയിൽ നമ്മൾ പുറകോട്ട് പോയോ എന്ന് ആലോചിക്കണം.
എല്ലാവർക്കും നല്ല, ഞാൻ ദ്വീപിനെ മാറ്റി മാത്രമല്ല, നമ്മളൊക്കെ അങ്ങനെ തന്നെയാ. സെക്കൻഡ് കൊണ്ട് നക്കി തുടക്കാനേ കേരളമൊക്കെ കടലിനുള്ളൂ. സെക്കൻഡുകൾ കൊണ്ട് നക്കി തുടക്കും. സെക്കൻഡ് കൊണ്ട് കേരളം മുഴുവനും നക്കി തുടച്ച് കടലിനടിയിലാക്കാൻ കഴിയും. കടൽ ഇതല്ലേ കടൽ. ഒന്നിങ്ങോട്ട് നക്കിയാൽ എന്താ, ഭൂപടത്തിൽ നോക്കുമ്പോൾ കേരളം തന്നെ കാണൂല. അത്രയും ചെറിയ നാടാ കേരളം. എന്തായേ, എത്ര വലിയ രാജ്യങ്ങളെ നക്കിത്തടച്ചതാ കടൽ. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം കൊണ്ടും ഔദാര്യം കൊണ്ടും കടലിനോട് പറയുകയാണ്, കടലേ കരരുതേ. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടും ഔദാര്യം കൊണ്ടും അള്ളാഹു കടലിനോട് പറഞ്ഞിട്ടുണ്ട്, അകത്തേക്ക് കയറരുത്, കരയിലേക്ക് കയറരുത്. അതുകൊണ്ട് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുക. എപ്പോഴെങ്കിലും ചരിത്രത്തിൽ ഒരു സുനാമി ഉണ്ടായി ഒന്ന് ഓർമ്മപ്പെടുത്തുമെന്ന് മാത്രം. ഇപ്പോൾ വന്നത് വലിയ പരീക്ഷണമല്ല, ചെറിയ പരീക്ഷണം. വലിയ പരീക്ഷണമോ? വലിയ പരീക്ഷണത്തിന് അള്ളാഹു ആ കൽപ്പന എന്ന് പിൻവലിച്ചാൽ മതിയാവും. അത് കേരളമാണെങ്കിലും അത് ലക്ഷദ്വീപാണെങ്കിലും. പ്രശ്നം എന്താ? നമ്മൾ നമുക്ക് വേണ്ടി, സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി സകല ജനങ്ങളും ജീവിക്കുന്നതിൽ നിന്ന് നമ്മൾ അപരന്റെ സുഖമായി, എല്ലാ തത്വങ്ങളുടെയും അടിസ്ഥാനം അപരന്റെ സുഖം എന്നാണ്. അപരന്റെ സുഖത്തിന് വേണ്ടിയാണ് ഒരാൾ ജീവിക്കേണ്ടത്. താൻ തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിക്കുക എന്നതല്ല. എല്ലാ ഋതുസംഹിതകളുടെയും അടിസ്ഥാനം എന്താണ്? എല്ലാ ഋതുസംഹിതകളുടെയും അടിസ്ഥാനം എന്താണ്? ഏതൊരാളും അപരന്റെ സുഖത്തിന് വേണ്ടിയും സന്തോഷത്തിന് വേണ്ടിയും ജീവിക്കും. വളരെ നമ്മൾ ചിന്തിക്കണം. അതിന് പകരം ഓരോരുത്തരും അവനവന്റെ താല്പര്യത്തിനും സുഖത്തിനും വേണ്ടി ജീവിച്ചാൽ എന്നുണ്ടാകും? അത് തന്നെയാണ് നഷ്ടം. സൃഷ്ടികളെല്ലാം അള്ളാഹുവിന്റെ ആശ്രിത കുടുംബമാണ്. ഈ ലോകത്തെല്ലാവരും അള്ളാഹുവിന്റെ ആശ്രിത കുടുംബമാണ്. സൃഷ്ടികളോട് ഏറ്റവും ഉപകാരം ചെയ്യുന്നവരെയാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുക. അപ്പോൾ ഞാൻ എന്നെയല്ല സ്നേഹിക്കേണ്ടത്, ഈ കാണുന്ന എല്ലാത്തിനെയും സ്നേഹിക്കണം. അതെല്ലാം എൻ്റെ രക്ഷിതാവിൻ്റെ സൃഷ്ടികളാണ്. അവരോടെല്ലാം എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവനെൻ്റെ സുഖത്തിനായി വരണം. ഇതല്ലേ ഗുരുവിൻ്റെ വാക്ക്. ഏതൊരു ഋജുവായ സംഹിതയും അടിസ്ഥാനം ഇതാണ്. ഇന്ന് നമ്മളെ അവസ്ഥ എന്താ? നമ്മളെങ്ങനെ ജീവിക്കുന്നത്? എന്താ മനുഷ്യൻ? എങ്ങോട്ടാണ് ഇനി നമ്മൾ പോകുന്നത്? നമ്മൾ ഓരോരുത്തരും വേലി കെട്ടി ഞാൻ എന്ന നാട്യത്തിൽ വേട്ടി കെട്ടി ആ വേലി വളർത്തിക്കൊണ്ടേയിരിക്കുക. ഞാൻ എന്ന വേലി കെട്ടലാണ്. ഞാൻ എന്ന വേലി, ഞങ്ങൾ എന്ന വേലി, ഞങ്ങൾ എന്ന വേലിക്കുള്ളിൽ ഞാൻ എന്ന വേലി, ഞങ്ങൾ നിങ്ങൾ എല്ലാവരും വേലിയെട്ട. എല്ലാവരുടെയും പണി എന്താ? വേലി കെട്ടൽ. ഏതാ വേലി? ഞങ്ങൾ എന്ന വേലി. ആ ഞങ്ങൾ എന്ന വേലിക്കുള്ളിൽ ഞാൻ എന്ന വേലി. അതപ്പോഴത്തെ വേലി. ആദ്യം ഞങ്ങൾ എന്നൊരു വേലി കിട്ടും, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ന വേലി വേറെ കിട്ടും. ഞങ്ങൾ കൊണ്ട് തൃപ്തിയാവില്ല. ഞങ്ങൾ എന്ന എല്ലാവരും ഒരുപോലെയല്ലേ. എന്നിട്ട് ഞാൻ എന്നൊരു വേലി വേറെയും കിട്ടും. നമ്മൾ നിസ്കരിക്കും. എന്നിട്ട് നമ്മൾ അഹങ്കാരത്തിന്മേൽ നമ്മൾ സുജൂദ് ചെയ്യും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ചിന്തിച്ചാൽ എല്ലാവർക്കും നന്നു. ചിന്തിച്ചാൽ എല്ലാവർക്കും നന്നു. അപ്പോൾ പിന്നെ നമ്മളെ പ്രാർത്ഥനകൾ വനരോധനങ്ങളായി മാറും. അതിന് ഉത്തരം കിട്ടുമല്ലേ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവില്ല. ചിന്തിക്ക്. ആത്മാർത്ഥതയില്ലാത്ത ശ്രമങ്ങൾ തുടരും. ആത്മാർത്ഥതയില്ലാത്ത ശ്രമങ്ങൾ. ഉന്നതമായ സ്ഥാനങ്ങളിലും ഉന്നതമായ സ്ഥലങ്ങളിലും വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ പുറത്തു വരും. പക്ഷേ അടിസ്ഥാനപരമായി ആർക്കെതിരെ നാം പ്രാർത്ഥിക്കുന്നോ അവരും നമ്മളും ചങ്ങാതിമാരായിരിക്കും. ഹറമിലെ ഇന്നാലിന്ന ആൾ, ഹറമിലെ ഇന്നാലിന്ന ആൾ ഇതാ ഇസ്രായേലികൾ പലസ്തീനികൾക്കെതിരെ പ്രശ്നമുണ്ടാക്കുന്നതിൽ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ക്ലിപ്പ് ഇങ്ങനെ ഒഴുകി നടന്നിരുന്നു ഈ കഴിഞ്ഞ റമളാൻ മാസത്തിൽ. അതും കണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. എന്തുകൊണ്ട്? നമുക്ക് ബുദ്ധിയില്ല. ഈ പ്രാർത്ഥന എങ്ങനെ അള്ളാഹു സ്വീകരിക്കും? അതേ സ്ഥാനത്ത് വെച്ച് ഈ ഇസ്രായേലികളെ കുറിച്ച് നല്ലത് പറഞ്ഞ് അവരോട് ചങ്ങാത്തം കൂടുന്ന പ്രസംഗം നേരത്തെ നടന്നു പോയിട്ടുണ്ട്. അവരോട് നമ്മൾ ചങ്ങാത്തം കൂടുക, അവരുടെ ആക്രമങ്ങളിൽ നമ്മൾ ഒരു കൈ പിടിക്കുക, മറ്റേ കൈയോ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതിനെന്താ? അപ്പോൾ പിന്നെ പ്രാർത്ഥനകൾ നാട്യങ്ങൾ, നാടകങ്ങൾ.
അങ്ങനെ വന്നാൽ പ്രാർത്ഥന നാടകങ്ങളാണ്. ആരാണ് ഇവരുമായി, ഈ നശീകരണ സമൂഹവുമായി ആരാണ് ചങ്ങാത്തം കൂടിയത്? അവർ തന്നെയാണ് അവർക്കെതിരെ പ്രാർത്ഥിക്കുന്നത്. ഇതിനെന്ത് മാനുള്ളത്? ഈ വിഡ്ഢികളായ നമ്മൾ അത് ഷെയർ ചെയ്ത് നടക്കുക. ദാഇന്നാലിന്റെ ഇമാമിന്റെ ദുആ കണ്ടില്ലേ? ഏതൊരു അക്രമികളോടാണോ ചങ്ങാത്തം കൂടിയത്, ആ അക്രമികളോട് ആ ചങ്ങാത്തം നിലനിർത്തിക്കൊണ്ട് തന്നെ അക്രമികൾക്കെതിരെ ദുആ ചെയ്യുക. ഇനെന്ത് പറയാനുള്ളത്? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചിന്തിക്കണം. അതാ ഞാൻ പറഞ്ഞത്, എവിടെയും നമ്മുടെ പണികൾ പണിനാട്യങ്ങളായി മാറുന്നു. എവിടെയും പണി നാട്യം, നാട്യം, നാടകം, നാട്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീൻ, ഇഖ്ലാസ് ഇല്ലാത്ത ഒരു കാര്യവും അല്ലാഹു സ്വീകരിക്കുകയില്ല. നമുക്കൊക്കെ വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനുള്ള കുറച്ച് ക്ലിപ്പുകളാണ്. ഈ ക്ലിപ്പിന്റെ അടിസ്ഥാനം എന്തെന്ന് വരെ വിഡ്ഢിയായി നമ്മൾ ആലോചിക്കുന്നില്ല. എല്ലാ മലയാളികൾക്ക് എന്ത് വേണം? മലയാളിക്ക് എന്താണെങ്കിലും വയറ് നിറച്ച് തിന്നണം. അത് ചക്കയാണെന്ന് വേണ്ടില്ല, ചക്കയുടെ കുരുവായാലും വേണ്ടില്ല, കൊറോണ ആയാലും വേണ്ടില്ല, എന്തെങ്കിലും തിന്ന് വയറ് നിറക്കണം. വയറ് നിറക്കുന്നതിന് മുമ്പും വയറ് നിറച്ച് കഴിഞ്ഞാലും എന്ത് ചെയ്യണം? ക്ലിപ്പുകൾ ഷെയർ ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും. മറ്റേ ഇമാം അവിടെ നേർന്നപ്പോൾ മറിച്ച ഇമാം ഇവിടെ നേർന്നപ്പോൾ എന്നതാ. ആരാണോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നശീകരണ വിഭാഗം, അവരോട് ചങ്ങാത്തം കൂടിയിട്ട് അതേ ആളുകൾ തന്നെ പിന്നെ അവർക്കെതിരെ ദുആ ചെയ്തിട്ട് ഇതിന് നാടകം എന്നല്ലാതെ എന്താ പറയുക? നാടകം, തനി നാടകം. ഈ നാടകത്തിന് മേൽ അള്ളാഹുവിന്റെ വിധി വരുന്ന നിങ്ങൾ വിചാരിച്ച്? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കേണ്ടത് ചിന്തിക്കണം. അള്ളാഹുവിലേക്ക് മടങ്ങണം. അള്ളാഹുവാണ് സർവേശ്വരൻ. അവനല്ലാതെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാ മനുഷ്യരും അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന്റെ സുഖത്തിനായി വരണമെന്ന് ഗുരു പറഞ്ഞതുപോലെ എല്ലാ ദർശനങ്ങളുടെയും എല്ലാ ഋജുസംഹിതകളുടെയും അടിസ്ഥാനമെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മൊത്തം നന്മയാണ്. എൻ്റെ നന്മക്ക് ഞാനും നിന്റെ നന്മക്ക് നീയും പ്രവർത്തിക്കുമ്പോൾ ഒരു സമൂഹം നന്നാവില്ല. എല്ലാവരും മറ്റുള്ളവരുടെ നന്മക്ക് വേണ്ടി അധ്വാനിക്കുമ്പോൾ ഒരു സുമോഹന സ്വർഗീയ ലോകം ഉണ്ടാവും. അത് സ്വർഗീയ ലോകം തന്നെയാണ്. പട്ടിണി കിടന്നിട്ടും സ്വർഗസമാനമായ ഭൂമിയിൽ ജീവിച്ചു പോയ ആളാണ് മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ അങ്ങനെയാണ്. പിന്നെ ഭൂമി തന്നെ സ്വർഗമായി. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് സക്കാത്ത് സ്വീകരിക്കുന്നവർ പോലും ഇല്ലാതായി. എന്തുകൊണ്ട്? എല്ലാം അവർക്ക് ആവശ്യമായി കിട്ടി. അവർക്ക് ദുനിയാവും നിറഞ്ഞു, ആഖിറവും നിറഞ്ഞു. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. ഒരു പ്രശ്നമില്ല. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങിയാലല്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയില്ല. അള്ളാഹുവിനൊടുങ്ങിയാൽ, ഈ നാട്യങ്ങൾ അവസാനിച്ചാലല്ലാതെ ഒരു പ്രശ്നവും പരിഹരിക്കുകയില്ല. നാട്യങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമില്ല. ഒരു നാട്യത്തെയും അള്ളാഹു സ്വീകരിക്കുകയില്ല. നാട്യത്തെ പോലെ അള്ളാഹു വെറുക്കുന്ന വേറൊരു കാര്യം ഇല്ല. അള്ളാഹു നാട്യങ്ങളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ.